എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡിഷാണ് കേട്ടോ, ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും നിങ്ങളൊന്ന് ഇത് കണ്ടു നോക്കുക. നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തൊരു രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ മറക്കാതെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ തരി കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/4 കപ്പ് അളവോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ എല്ലാം കൂടെ പാനിൻ്റെ അകത്ത് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ റവയുടെ അളവ് കൂടണ്ട, കുറഞ്ഞാലും കുഴപ്പമില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കുടിക്കുന്ന പാകത്തിന് കിട്ടുകയില്ല, ഒരുമാതിരി കുറുകി കട്ട കുത്തി പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഞാനിങ്ങനെ ഇച്ചിരി ലൂസായിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം പണിയൊന്നുമില്ല ഇതിന്. റവയല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റവയാണ് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. കുറച്ചും കൂടെ ഒരു കണ്ണാടി പോലെ ആയി വന്നിട്ടില്ലേ, വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് വറുക്കാത്ത റവയാണ് ഇതിനെടുക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ വറുത്ത റവയിൽ ഇതിന് മുമ്പും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ റവ നല്ല ഇതായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1/2 ലിറ്റർ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാല് നമുക്ക് പശുവും പാലോ അല്ലെങ്കിൽ നമ്മൾ കവർ പാലോ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ ഇട്ട അളവിന് എനിക്ക് ഈ അളവ് കറക്റ്റ് പാലാണ്. അതായത് 3 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ആകെ എടുത്തിട്ടുള്ളത്. അതിന് ഈ 1/2 ലിറ്റർ പാല് തന്നെ ഇനഫാണ്, വേറെ കൂടുതലായിട്ടൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ റവ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും, പിന്നെ പെട്ടെന്ന് കുറുകിയും പോകുമല്ലോ. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അടി ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തെടുക്കാം നമുക്ക്. അപ്പോൾ പണ്ടെന്നല്ല ഇപ്പോഴും നമ്മുടെ ഇഫ്താറിന് അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളൊക്കെ നോൻപ് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഐറ്റമാണിത് കേട്ടോ. അതായത് നമ്മൾ ഹെവി ആയിട്ടുള്ള, അവർ അത്രയും നേരം വിശന്നിരുന്നിട്ടല്ലേ പിന്നെ കഴിക്കുന്നത്. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ളത് ആദ്യമേ കഴിക്കാതെ ഈ ഒരു ഡ്രിങ്കാണ് മിക്കവാറും എല്ലാ വീടുകളിലും ഉപയോഗിക്കാറുള്ളത്. പണ്ടൊക്കെ ഒത്തിരി ഐറ്റംസ് ഒന്നും എല്ലാ വീടുകളിലും കാണത്തില്ലല്ലോ. നമ്മുടെ ഉമ്മച്ചിമാരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ കുറച്ച് എന്തെങ്കിലും കാണും. പിന്നെ എന്നാൽ ഈ ഒരു ഐറ്റം മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ നമ്മുടെ പാലും റവയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തരി കാച്ചിയതിന് അധികം മധുരം അങ്ങനെ യൂസ് ചെയ്യാറില്ല, പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ചിലർക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇടുന്നതിന് കുഴപ്പമില്ല. സാധാരണ ഇത് അധികം മധുരത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഒന്ന് നല്ലതുപോലെ വീണ്ടും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കൂടി പോകണ്ട, ഇത്രയും ഇട്ടാൽ മതി. ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതിനെ ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ പണ്ടിപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുതിലാണെങ്കിലും ഈ ഒത്തിരി മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന പിള്ളേരില്ലേ, അപ്പോൾ അവർക്ക് ഈ റവ പായസം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്നേരം കുറച്ചുകൂടെ മധുരമൊക്കെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അത് തരിക്കഞ്ഞിയായിട്ട് എടുക്കുന്നതല്ല, തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി കാച്ചിയതായിട്ട് എടുക്കുന്നതല്ല, റവ പായസം എന്നും പറഞ്ഞാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ മധുരം ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാകും ഈ റവ കാച്ചിയത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത് തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്, എന്നാലും നമ്മുടെ പാലും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് ഇതായിട്ട് വരണമല്ലോ. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് 1/2 എന്നുള്ളിടത്ത് 1 ടീസ്പൂൺ അളവിൽ നിങ്ങൾക്ക് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, മധുരവും ഈ ഏലക്കയുടെ ഫ്ലേവറും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെത് അടിക്ക് പിടിച്ചിട്ടല്ല കേട്ടോ, ഏലക്ക ഇട്ടതിൻ്റെ ആ പൊടി അതിൻ്റെ ഇതുണ്ടല്ലോ, അതാണ് കണ്ടത്. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് 1 കപ്പ് അളവിൽ നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ പണ്ടുള്ള വീടുകളിൽ എല്ലാവരും തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആർക്കും സമയമില്ല, അതുകൊണ്ടിട്ട് തന്നെ എല്ലാവരും സാധാരണ നമ്മുടെ മിൽമയുടെ പാക്കറ്റ് മേടിച്ച് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ 1/2 ലിറ്റർ അളവിൽ നമ്മുടെ പശുവും പാലും ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ. ഇനിയാണ് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ആവശ്യമുള്ള അടിപൊളി ഐറ്റം ചേർക്കാൻ പോകുന്നത്. നമ്മുടെ തരിക്കഞ്ഞിയുടെ താളിപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് 2 സ്പൂൺ അളവിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതാണ്. നമ്മുടെ തരി കാച്ചിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇടയ്ക്കൊന്ന് കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് നല്ലതുപോലെ ആയി വന്നാൽ അതിനെ അങ്ങോട്ട് കോരി മാറ്റാം. പിന്നെ നിങ്ങൾക്ക് മുന്തിരി ഇടാനായിട്ട് താല്പര്യമില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് മുന്തിരി ഇഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മുന്തിരി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ബബിൾസ് പോലെ ഇങ്ങനെ വരും. അന്നേരം അങ്ങോട്ട് കോരി മാറ്റാം അതിനെയും. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ മുന്തിരിയും റെഡി ആയിട്ടുണ്ട്. അതിനെ മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ തരി കാച്ചിയതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെറിയ ഉള്ളി. ഞാനിപ്പോൾ ഇച്ചിരി വലിപ്പം കൂടിയ ചെറിയ ഉള്ളിയല്ല, ചെറിയ കുഞ്ഞിതായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു 3 എണ്ണമാണ് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഇതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. അത് പിന്നെ ഓരോരുത്തർക്കും ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസമായിരിക്കും കേട്ടോ അതിൻ്റെ അളവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ഈ തരിക്കഞ്ഞി കുടിക്കുകയില്ലേ, തരി കാച്ചത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി കടിക്കാനായിട്ട് കിട്ടും. ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉള്ളി ഇട്ടിട്ട് തന്നെ. ഇപ്പം ഞാനിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ തരി കാച്ചിയിലേക്ക് നമുക്ക് ഈ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇത് ഞാൻ ഇത്രയും ഒരു ലൂസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ലൂസായിട്ടിരിക്കുന്നതാണ് എനിക്ക്
കുടിക്കാനായിട്ട് ഇഷ്ടം. ഒരുപാട് തിക്കായിട്ടിരുന്നാൽ കുടിക്കാൻ തോന്നുകയില്ല. പിന്നെ ഇതൊരു ചെറിയ ചൂടോടുകൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എനിക്കിതിൻ്റെ അകത്തുള്ള ഉള്ളിയും നമ്മുടെ മുന്തിരിയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.